ഹേയ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേരുടെ ഒരു മെയിൻ പ്രോബ്ലമാണ് കമ്പാരിസൺ എന്നത്. ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ സ്ക്രോളിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് അതിലേക്ക് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മേ ബി അതിൽ ആദ്യത്തെ 5 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ ആയിരിക്കും. പക്ഷേ സ്ലോലി അത് നിങ്ങൾക്ക് മറ്റ് പല തോട്ട്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അവർക്ക് എന്തൊരു നല്ല ലൈഫാണ്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ, എൻ്റെ ജീവിതം വളരെ ഡള്ളാണല്ലോ എന്നൊക്കെ. ഇതാണ് കമ്പാരിസൺ ട്രാപ്പ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ മീഡിയ എന്നത് അല്ല സത്യം, അത് വെറുമൊരു ഡിസ്പ്ലേ ആണ്. ആദ്യം ഈ ഒരു തോട്ട് അത് നിങ്ങൾ ക്ലിയർ ചെയ്യണം. സോഷ്യൽ മീഡിയ എന്നത് ഒരിക്കലും റിയാലിറ്റി അല്ല. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഹാപ്പിനെസ്, എൻജോയ്മെൻറ്റ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒട്ടുമിക്ക പേരും അവിടെ അവരുടെ സ്ട്രഗിൾസ്, അവരുടെ ഡിപ്രഷൻസ്, ഫെയിലിയർ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അവർ കരഞ്ഞ നിമിഷങ്ങൾ ഇതൊന്നും പോസ്റ്റ് ചെയ്യാറില്ല. അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ സന്തോഷമുള്ള നിമിഷങ്ങൾ, വിജയങ്ങൾ അതുപോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ അവരുടെ ബെസ്റ്റ് മൊമെൻറ്റ് അത് നമ്മുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യും. ഇതാണ് മെയിൻ പ്രോബ്ലം. കമ്പാരിസൺ നമ്മുടെ മനസ്സിൽ ഒരുപാട് പോയ്സൺ നിറക്കുന്നു. മറ്റുള്ളവരുടെ ലൈഫായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിലുള്ള മൂല്യം നമ്മൾ കുറക്കും. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് മറക്കും. അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ അത് നമ്മൾ വളരെ ചെറുതായിട്ട് കരുതും. മറ്റുള്ളവരോട് അസൂയ വരും, ഹൃദയത്തിൽ ഭാരം തോന്നും. അതിലൂടെ നമ്മൾ പറയും, അള്ളാഹു അവരെ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയേറെ അനുഗ്രഹിക്കുന്നത് എന്ന്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. ഖുർആനിൽ അള്ളാഹു ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മറ്റുള്ളവർക്ക് എന്ത് നൽകി എന്നതിലേക്ക് നിങ്ങൾ നോക്കരുത് എന്ന്. കാരണം എല്ലാവർക്കും ഡിഫറെൻറ്റ് ടെസ്റ്റാണ്, ഡിഫറെൻറ്റ് ടൈമിംഗ് ആണ്, ഡിഫറെൻറ്റ് ജേണിയാണ്. മേ ബി നമ്മൾ കമ്പയർ ചെയ്യുന്നവരുടെ ലൈഫിൽ നമ്മൾ അറിയാത്ത മറ്റു പല പെയിൻസും ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ അവർ മറ്റു പല കാര്യങ്ങൾക്കും ദുആ ചെയ്യുന്നുണ്ടാകും. ആരും അറിയാത്ത സ്ട്രഗിൾസ് അവരുടെ ലൈഫിലും ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് അവരുടേതുപോലെ എനിക്ക് ഈ ഒരു സമയമാകുമ്പോൾ ഇതൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് നമ്മൾ കരുതും, അല്ലെങ്കിൽ അതിനു വേണ്ടി വളരെയധികം ആഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാം അള്ളാഹുവിൻ്റെ പ്ലാനിങ് അനുസരിച്ചാണ് നടക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ കരുതും, ഒരു 25 ഏജിൽ എനിക്ക് സക്സസ് ആവണം, അല്ലെങ്കിൽ എൻ്റെ മാരേജ് ഇത്ര ഏജിൽ നടക്കണം, ഹൗസ്, കാർ, സ്റ്റാറ്റസ് ഇതൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വളരണം എന്നൊക്കെ. എന്നാൽ ഇസ്ലാം പറയുന്നത് അള്ളാഹുവിൻ്റെ ടൈമിംഗ് ആണ് പെർഫെക്റ്റ് എന്നാണ്. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ ടൈമിംഗ് അള്ളാഹു നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും ലേറ്റ് അല്ല, നിങ്ങൾക്ക് അള്ളാഹു ഡിഫറെൻറ്റ് ടൈമാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരുപാട് പേര് കമ്പയർ ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കാണുന്നവരുടെ ബ്യൂട്ടി, ഫെയർനെസ്, ബോഡി, റിലേഷൻഷിപ്സ്, ലൈഫ് സ്റ്റൈൽ അങ്ങനെയൊക്കെ. നമ്മൾ റീൽസ്, വീഡിയോസൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് അവർക്ക് എല്ലാം ബാലൻസ്ഡായി കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്ന്. പക്ഷെ നിങ്ങൾ അവിടെ ഓർക്കാത്ത ഒരു കാര്യമുണ്ട്. അള്ളാഹു നിങ്ങളെ ഓൾറെഡി പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അവിടെ നിനക്ക് ഫിൽറ്ററിൻ്റെ ആവശ്യമില്ല. നീ ഓൾറെഡി നല്ല വാല്യൂ ഉള്ള സൃഷ്ടി തന്നെയാണ്. അള്ളാഹു നിങ്ങളെ ഒരിക്കലും കമ്പയർ ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് മറ്റുള്ളവരുമായിട്ട് സെൽഫ് കമ്പയർ ചെയ്യുന്നത്? തീർച്ചയായും ഷെയ്ത്താൻ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് കമ്പാരിസൺ. പിശാച് നമ്മളോട് പറയും, അവരെ നോക്കൂ, നിനക്ക് അതുപോലെയില്ല എന്ന്. അതിലൂടെ നമ്മൾക്ക് സ്ലോലി ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും, എനിക്ക് വാല്യൂ ഇല്ല, അല്ലെങ്കിൽ എൻ്റെ ലൈഫിനൊരു വിലയുമില്ല, എൻ്റെ ലൈഫ് ഒരു വേസ്റ്റാണ്, ഞാൻ എത്ര പോരാ എന്നൊക്കെ. ഇതെല്ലാം പിശാചിൻ്റെ ചതിക്കുഴികളാണ്. തീർച്ചയായിട്ടും കമ്പാരിസൺ വരുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് അവിടെ നഷ്ടപ്പെടുന്നു. ഖുർആനിലൂടെ പറയുന്നത്, നീ നന്ദിയുള്ളവനാണെങ്കിൽ ഞാൻ നിനക്ക് വർദ്ധിപ്പിച്ചു തരുമെന്നാണ്. സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് പകരം അൽഹംദുലില്ലാ എനിക്കിതുണ്ട്, അൽഹംദുലില്ലാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, അൽഹംദുലില്ലാ അള്ളാഹു എന്നെ മറന്നില്ലല്ലോ എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് കമ്പാരിസണിനെ മായ്ച്ചു കളയും. സോഷ്യൽ മീഡിയ എങ്ങനെ ഹെൽത്തി ആക്കാമെന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ
സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് വെക്കുക. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുന്നവരെ കെയർഫുള്ളി ചൂസ് ചെയ്യുക. ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്ന അക്കൗണ്ട്സ് അത് ഫോളോ ചെയ്യാതിരിക്കുക. അതുപോലെ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുക. കൂടാതെ സ്ക്രോൾ ടൈമിന് പകരം ഇസ്ലാമിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതല്ല റിയൽ ലൈഫ്, നിങ്ങൾ ജീവിക്കുന്നതാണ് റിയൽ ലൈഫ്. തീർച്ചയായും അള്ളാഹു നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു നിങ്ങളുടെ ഫോളോവേഴ്സിൻ്റെ കൗണ്ട് നോക്കിയല്ല വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ നിന്റെ ബ്യൂട്ടി നോക്കിയല്ല നിന്നെ അളക്കുന്നത്. നിന്നെ കമ്പയർ ചെയ്തുകൊണ്ടല്ല അള്ളാഹു നിന്നെ വളർത്തുന്നത്. അള്ളാഹു നിന്നെ നോക്കുന്നത് നിന്റെ ഹൃദയത്തിലേക്കാണ്, നിന്റെ ഉദ്ദേശങ്ങളിലേക്കാണ്. നിന്റെ ക്ഷമ, നിന്റെ ദുആ, ഇതെല്ലാമാണ് അള്ളാഹു നോക്കുന്നത്. മേ ബി ഒരാൾ ഈ ഒരു സൊസൈറ്റിയിൽ വളരെ താഴ്ന്ന തട്ടിലായിരിക്കാം ജീവിക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ മുൻപിൽ അവന് വളരെ ഉയർന്ന സ്ഥാനമായിരിക്കാം അള്ളാഹു നൽകിയിരിക്കുന്നത്. റിയൽ സക്സസ് എന്നത് എപ്പോഴും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നാണ് ലഭിക്കുന്നത്. ഖിയാമത്ത് നാളിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് പോലും നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അവിടെ നമ്മൾ ചെയ്ത നമസ്കാരം, നമ്മുടെ സബർ, ഈമാൻ, ഇതൊക്കെ മാത്രമേ അളക്കുകയുള്ളൂ. ഫ്രണ്ട്സ്, നെക്സ്റ്റ് ടൈം നിങ്ങൾ മൊബൈൽ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലേക്ക് വരാം അവർക്ക് എന്തൊരു നല്ല ലൈഫാണെന്ന്. എന്നാൽ ഈ ഒരു ടോക്ക് കേട്ടതിലൂടെ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി പറയാൻ വേണ്ടി സാധിക്കണം, അള്ളാഹു എനിക്കും നല്ല പ്ലാനിങ്സ് കരുതി വെച്ചിട്ടുണ്ട് എന്ന്. നിങ്ങൾ ഒരിക്കലും പിറകിലല്ല, അല്ലെങ്കിൽ നിങ്ങളെ അള്ളാഹു മറന്നു പോയിട്ടില്ല. നിങ്ങൾ നിർഭാഗ്യവരല്ല. തീർച്ചയായിട്ടും ഓരോ സൃഷ്ടിയും അള്ളാഹുവിൻ്റെ യുണീക്ക് ക്രിയേഷനാണ്. നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക, അള്ളാഹുവെ എൻ്റെ മനസ്സിലുള്ള കമ്പാരിസൺ റിമൂവ് ചെയ്യണമേ, പകരം എൻ്റെ മനസ്സിൽ നീ ഗ്രാറ്റിറ്റ്യൂഡ് ഫിൽ ചെയ്യണമേ, നീ തന്ന അനുഗ്രഹങ്ങളെ കാണാനുള്ള കഴിവ് നീ എനിക്ക് നൽകണമേ എന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.